സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ആയ 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഭൂമിക്കുള്ളിൽ നിന്നും നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. ഭൂമിക്കുള്ളിൽ നിന്നും നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായിട്ട് പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ. അൽ ഹിലാൽ എന്ന ഉറുദു പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. അൽ ഹിലാൽ. അബ്ദുൽ കലാം ആസാദാണ്. പത്രത്തിന്റെ പേര് അൽ ഹിലാൽ എന്നതാണ്. ഏത് ഭാഷയിലുള്ളതാണ്? ഉറുദു പത്രമാണ്. ആരംഭിച്ചത് അബ്ദുൽ കലാം ആസാദ്. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കപ്പെട്ടത് ആര്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കപ്പെട്ടത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. ലുഷായ് ഹിൽ എന്നത് ഏത് സംസ്ഥാനത്തിന്റെ പഴയ പേരാണ്? ലുഷായ് ഹിൽ. മിസോറം. മിസോറമിന്റെ പഴയ പേരാണ് ലുഷായ് ഹിൽ എന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെന്നിക്യുക്കാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ജോൺ പെന്നിക്യുക്ക്. കേരള സർക്കാരിന്റെ സ്വാതി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സർക്കാരിന്റെ സ്വാതി പുരസ്കാരം സംഗീതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സംഗീതം. മുളകിന്റെ നഗരം എന്നറിയപ്പെടുന്നത് മുളകിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഗുണ്ടൂർ ആണ്. ഗുണ്ടൂർ. മുളകിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഗുണ്ടൂർ. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യത്തെ വനിത. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യ വനിത ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മയാണ് എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യ വനിത. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് 1978 1978. കേരളത്തിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയാണ്. KT കോശി. ക്രിസ്തു ഭാഗവതം രചിച്ചത്. ക്രിസ്തു ഭാഗവതം രചിച്ചത് PC ദേവസ്യ. ക്രിസ്തു ഭാഗവതം രചിച്ചത് PC ദേവസ്യ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത് ആരാണ്? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത് വയലാർ രാമവർമ്മയാണ്. വയലാർ രാമവർമ്മ. സെക്കൻഡ് മദ്രാസ് എന്നറിയപ്പെടുന്ന നഗരം ഏത്? സെക്കൻഡ് മദ്രാസ് എന്നറിയപ്പെടുന്നത് കാക്കിനഡയാണ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയാണ് സെക്കൻഡ് മദ്രാസ് എന്ന് അറിയപ്പെടുന്നത്. സ്ത്രീകൾ അഭിനയിച്ച ആദ്യ ഇന്ത്യൻ സിനിമ ഏത്? സ്ത്രീകൾ അഭിനയിച്ച ആദ്യ ഇന്ത്യൻ സിനിമയാണ് മോഹിനി ഭസ്മാസുർ. സിനിമയുടെ പേര് മോഹിനി ഭസ്മാസുർ. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമായ കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആസാമിലാണ് കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കാസിരംഗ ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഹെറിംഗ് പോണ്ട് എന്നറിയപ്പെടുന്ന സമുദ്രം. ഹെറിംഗ് പോണ്ട് എന്നറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രമാണ് ഹെറിംഗ് പോണ്ട് എന്ന് അറിയപ്പെടുന്നത്. മൈത്രി എക്സ്പ്രസ് ഇന്ത്യയെ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്നു? മൈത്രി എക്സ്പ്രസ്
ഇന്ത്യയെ ഏത് രാജ്യവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? ബംഗ്ലാദേശുമായിട്ടാണ്. ബംഗ്ലാദേശ് മൈത്രി എക്സ്പ്രസ്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അന്താരാഷ്ട്ര റെഡ് ക്രോസ് മ്യൂസിയം ജനീവയിലാണ്. ജനീവ. ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ഏഷ്യയുടെ പ്രകാശം ശ്രീബുദ്ധനാണ്. ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ശ്രീബുദ്ധൻ. മത്സ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതി? മത്സ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് പിസികൾച്ചർ. പിസികൾച്ചർ. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം? കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് ഷൊർണൂറാണ്. ഷൊർണൂറാണ് കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര? ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര ഏഷ്യയാണ്. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം? മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്നത്? എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർ മാത എന്നാണ്. നേപ്പാളിൽ സാഗർ മാത എന്നറിയപ്പെടുന്നത് ഏത് കൊടുമുടിയാണ് എന്ന് ചോദിക്കാം. ഏതാണ്? എവറസ്റ്റ് കൊടുമുടിയാണ്. മുടി, നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്ന മാംസ്യം? മുടി, നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് കെരാറ്റിൻ ആണ്. കെരാറ്റിൻ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊൽക്കത്ത. പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ? ടൈറ്റാനിയ എന്നത് യുറാനസിന്റെ ഉപഗ്രഹമാണ്. യുറാനസ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം? കറുത്ത ചന്ദ്രൻ ഫോബോസ് ആണ്. ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം. ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു വ്യാഴവട്ടക്കാലം 12 വർഷമാണ്. 12 വർഷം. ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം? ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം ആർട്ടിക് ആണ്. ആർട്ടിക്. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം? സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ളത് നെപ്റ്റ്യൂൺ. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ആണ് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള വാതകം. ആനയുടെ ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ എത്രയാണ്? 25 തവണയാണ്. ആനയുടെ ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ 25 തവണ. ഡാഷ് കുറവായതിനാൽ മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു? സാന്ദ്രത. സാന്ദ്രത കുറവായതിനാൽ മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ്? ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയത് ബിത്ര. ലാവാ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? ലാവാ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ലിബുലേഖ് ചുരം ഏത് സംസ്ഥാനത്തിലാണ്? ലിബുലേഖ് ചുരം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ എന്നത്? തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥയുടെ പേരാണ്. ചങ്ങമ്പുഴ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ക്ലിനിക്കൽ തെർമോമീറ്റർ സർ തോമസ് ആൽബർട്ട് ആണ്. സർ തോമസ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. കൽപ്പാക്കം, കൂടംകുളം എന്നീ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കൽപ്പാക്കം, കൂടംകുളം. തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ്? റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ബെക്കറൽ ആണ്. ബെക്കറൽ. BQ. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ബെക്കറൽ. എലിവിഷം എന്നറിയപ്പെടുന്നത് രാസപരമായി എന്താണ്? എലിവിഷം സിങ്ക് ഫോസ്ഫേറ്റ് ആണ്. സിങ്ക് ഫോസ്ഫേറ്റ്. വിഷമ ദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ്? വിഷമ ദൃഷ്ടി സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് വിഷമ ദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ്.
പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സെറിബെല്ലമാണ്. സെറിബെല്ലം. ഏത് മൂലകത്തിന്റെ ആറ്റത്തിനാണ് ഏറ്റവും വലിപ്പമുള്ളത്? ഏത് മൂലകത്തിന്റെ ആറ്റത്തിനാണ് ഏറ്റവും വലിപ്പമുള്ളത്? സീസിയത്തിന്റെ ആറ്റത്തിനാണ്. സീസിയം. പാരമേസിയത്തിന്റെ സഞ്ചാര അവയവം ഏതു പേരിൽ അറിയപ്പെടുന്നു? പാരമേസിയത്തിന്റെ സഞ്ചാര അവയവം അറിയപ്പെടുന്നത് സീലിയ. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? വായനശാലയുടെ പേര് സന്മാർഗദർശിനി. സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ആണവ റിയാക്ടറുകളിൽ കവചമായിട്ട് ഉപയോഗിക്കുന്നത്? ആണവ റിയാക്ടറുകളിൽ കവചമായി ഉപയോഗിക്കുന്നത് കറുത്തീയമാണ്. കറുത്തീയം. ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകൾ. 0 ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നത്? 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം സംഘ സാഹിത്യമാണ്. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘ സാഹിത്യം. ക്ലോക്കിന്റെ പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം? ക്ലോക്കിന്റെ പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഇൻവാർ ആണ്. ഇൻവാർ. സോഡിയം കണ്ടുപിടിച്ചത്? സോഡിയം ഹംഫ്രി ഡേവിയാണ്. സോഡിയം കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. കരളിൽ ഗ്ലൂക്കോസ് ശേഖരിക്കുന്നത് ഏത് രൂപത്തിലാണ്? കരളിൽ ഗ്ലൂക്കോസ് ശേഖരിക്കുന്നത് ഗ്ലൈക്കോജൻ ആയിട്ടാണ്. ഗ്ലൈക്കോജൻ. കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിന് അസ്ഥികളെ സഹായിക്കുന്ന വിറ്റാമിൻ? കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിന് അസ്ഥികളെ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം കരൾ. രക്തത്തിന്റെ ദ്രാവക ഭാഗം പ്ലാസ്മ. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ചീക്ക്? ചീക്ക് ബാധിക്കുന്നത് റബ്ബറിനെയാണ്. റബ്ബർ. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ബാധിക്കുന്ന കോശം ഏത്? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. ലിംഫോസൈറ്റ്. വജ്രത്തിന്റെ കാഠിന്യം അളക്കുന്നതിനുള്ള സ്കെയിലാണ് മോസ് സ്കെയിൽ. വജ്രത്തിന്റെ കാഠിന്യം അളക്കുന്നതിനുള്ള സ്കെയിൽ മോസ് സ്കെയിൽ. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഹിന്ദ് സ്വരാജ്. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ജലത്തിന്റെ ഏത് ഗുണം മൂലമാണ് കൊതുകുകൾക്ക് ജലോപരിതലത്തിൽ ഇരിക്കുവാൻ കഴിയുന്നത്? പ്രതല ബലമാണ്. ജലത്തിന്റെ പ്രതല ബലം മൂലമാണ് കൊതുകുകൾക്ക് ജലോപരിതലത്തിൽ ഇരിക്കാൻ കഴിയുന്നത്. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയ ഉൽപരിവർത്തനം. ഉൽപരിവർത്തനം. മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. മാസ്റ്റർ ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് രോഗങ്ങളുടെ രാജാവ് ക്ഷയം. ശരാശരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളം സ്വീകരിച്ചത്? ശരാശരി പേർഷ്യൻ ഭാഷയിൽ നിന്നുമാണ്. പേർഷ്യൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഓർമ്മയ്ക്കായി ബി കല്യാണി അമ്മ രചിച്ച ഗ്രന്ഥം ഏത്? വ്യാഴവട്ട സ്മരണകൾ. വ്യാഴവട്ട സ്മരണകൾ. ബോംബെ പദ്ധതി തയ്യാറാക്കിയ വർഷം? ബോംബെ പദ്ധതി 1944 1944. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ അപ്സര. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ അപ്സര. സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തുവാണ് ട്രൈലെഡ് ടെട്രോക്സൈഡ്. ട്രൈലെഡ്
ടെട്രോക്സൈഡ്. കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ. മിസ് വേൾഡായ ആദ്യ ഇന്ത്യക്കാരി റീത്ത ഫരിയ. മിസ് വേൾഡായ ആദ്യ ഇന്ത്യക്കാരി റീത്ത ഫരിയ. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ചണ്ഡീഗഡ്. ബോർഡിൽ എഴുതുന്നതിനുപയോഗിക്കുന്ന ചോക്കിന്റെ രാസനാമം ഏത്? ചോക്കിന്റെ രാസനാമം കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ്. പൈനാപ്പിളിന്റെ ഗന്ധമുള്ള എസ്റ്റർ. പൈനാപ്പിളിന്റെ ഗന്ധം ഈഥൈൽ ബ്യൂട്ടറേറ്റ് ആണ്. ഈഥൈൽ ബ്യൂട്ടറേറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ള ജില്ല ഏത്? ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ള ജില്ല തൃശ്ശൂർ ജില്ലയാണ്. മക്സസെ അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളിയാണ് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ. മക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി വർഗീസ് കുര്യൻ. ആദ്യ മലയാളി വർഗീസ് കുര്യൻ. മഹാഭാരതത്തിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത്? മഹാഭാരതത്തിന്റെ ആത്മാവ് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത്? സൈലന്റ് സ്പ്രിംഗ് റേച്ചൽ കാഴ്സൺ. ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഒറ്റയാൾ ദയാബായിയെ കുറിച്ചുള്ളതാണ്. ദയാബായിയെ കുറിച്ചുള്ളതാണ് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി. ദയാബായിയെ കുറിച്ചുള്ളതാണ്. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ചിൽക്ക തടാകമാണ്. ചിൽക്ക തടാകം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ D ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രമാണ്. D ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രം. ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്ന പദ്ധതിയാണ് കാസിനി മിഷൻ? കാസിനി മിഷൻ ശനിയെക്കുറിച്ചുള്ള പദ്ധതിയാണ്. ശനി. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ആസ്ട്രോയിഡ് ബെൽറ്റ് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത്. ചൊവ്വ, വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം? വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് വ്യാഴത്തിലാണ്. വ്യാഴം. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ ഏതിനാണ് അന്തരീക്ഷമുള്ളത്? അന്തരീക്ഷമുള്ളത് ടൈറ്റൻ ആണ്. ടൈറ്റൻ. സർഗാസോ കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? സർഗാസോ കടൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. അറ്റ്ലാന്റിക്. ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എത്രാമത്തെയാണ്? ഏഴാമത്തെ അവസ്ഥ. ദൈവകണം എന്നറിയപ്പെടുന്നത്? ദൈവകണം ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജരൂപം? ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്തത് ശബ്ദോർജമാണ്. ശബ്ദോർജം. പ്രാഥമിക വർണ്ണങ്ങളായ നീല, പച്ച എന്നിവ ചേർന്ന് ലഭിക്കുന്ന നിറം? നീലയും പച്ചയും ചേർന്ന് ലഭിക്കുന്നത് സിയാനാണ്. സിയാൻ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്? ദീർഘദൃഷ്ടി കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം. കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന? കലിംഗ പുരസ്കാരം നൽകുന്നത് യുനെസ്കോയാണ്. യുനെസ്കോ. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.